ഭരിച്ചാലും ഇതേപോലെ പാവങ്ങളെ സംരക്ഷിക്കണം. ബിജെപിയാണ് നമുക്ക് നേട്ടം. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കളഞ്ഞു. എഫ് തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ നമ്മുടെ ഈ നിയമത്തിൻ്റെ ഒരു പ്രവചനാതീതമാണ്. മാറ്റമൊന്നും വരില്ല. നേമത്ത് ശിവൻകുട്ടീനെ ആരാണ് കൊച്ചു പിള്ളേർക്ക് പോലെ വലിയവർക്കൊക്കെ അറിയാമല്ലോ. കാരണം എന്താന്ന് പറഞ്ഞാൽ ബിജെപി ചെയ്തു വരുന്ന എല്ലാം നല്ലതാണ്. അങ്ങേരിപ്പോൾ ഇതുവരെ ഉള്ള ഒരു ഏറ്റവും നല്ലൊരു മിനിസ്റ്റർ അങ്ങേരാണ്. നമ്മളെ ഇന്ന് നിൽക്കുന്നത് ജനങ്ങളെല്ലാവരും ഉറ്റുനോക്കുന്ന നേമം മണ്ഡലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അവസാന നിമിഷം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതാണ് നേമം മണ്ഡലം. എപ്പോഴും അങ്ങനെയാണ്. കാരണം ഒരു മാറ്റം ആദ്യമൊക്കെ ഭൂരിപക്ഷം കൊടുക്കുന്ന പാർട്ടി പെട്ടെന്ന് തന്നെ ഒരു താഴ്ചയിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്തൊരു പാർട്ടി. എപ്പോഴും ഇടതിൻ്റെ കോട്ടയാണ് നേമം മണ്ഡലം. കഴിഞ്ഞ തവണയും നമ്മൾ അതുപോലെ തന്നെയായിരുന്നു കണ്ടത്. അവസാന നിമിഷത്തിലായിരുന്നെങ്കിലും നമ്മുടെ ശിവൻകുട്ടിക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധിച്ചു. ഒരേ ഒരു തവണ മാത്രമാണ് നേമം നമ്മുടെ രാജേട്ടന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുത്തത്. അത് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഒരു തവണ മാത്രമാണ് നമ്മുടെ ഈ ഇടതിൻ്റെ കോട്ട BJPക്കായിട്ട് വിട്ടുകിട്ടിയത്. പക്ഷേ ഇത്തവണ നേമം മണ്ഡലത്തിൽ കരുത്തനായ എതിരാളികളും പോരാളികളുമാണ് നിൽക്കുന്നത്. BJPക്ക് വേണ്ടി നമ്മുടെ രാജീവ് ചന്ദ്രശേഖറും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശിവൻകുട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം രണ്ടുപേരും ശക്തനായ പോരാളികളാണ്. അപ്പോൾ ആരായിരിക്കും ജയിക്കുന്നത്? ഇടതിൻ്റെ കോട്ട തകർത്ത് BJP കയ്യേറുമോ? അല്ലെങ്കിൽ വീണ്ടും BJPയെ തകർത്തുകൊണ്ട് ഇടത് തന്നെ വീണ്ടും തുടർഭരണം നടത്തുമോ? എല്ലാം സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിലാണ്. എത്രത്തോളം ഭൂരിപക്ഷം വേണം, അല്ലെങ്കിൽ എന്താണ് അവരുടെയൊക്കെ മനസ്സിനകത്തുള്ള ചിന്ത എന്താണ് എന്നുള്ളത് നമുക്ക് അവരോട് തന്നെയാണ് കേട്ട് മനസ്സിലാക്കേണ്ടത്. അവർക്ക് എന്താണ് ആഗ്രഹം? അവരൊരു പക്ഷേ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ടോ? ഇതെല്ലാം നമുക്ക് സാധാരണക്കാരിൽ നിന്നും മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരോട് തന്നെ, ഈ ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത്. ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും നേമം മണ്ഡലം കൊണ്ടുപോകുന്നത്? BJP ആയിരിക്കോ, ഇടതുപക്ഷമായിരിക്കോ, അതോ UDF ആയിരിക്കോ? ഇടതുപക്ഷമായിരിക്കും. ഇടതുപക്ഷം. അതെന്താ ഇത്ര ഉറപ്പ്? ഉറപ്പെന്ന് പറഞ്ഞാൽ അവർ പാർട്ടിക്കാരാണ്. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ശിവൻകുട്ടി തന്നെ ജയിക്കും എന്നുള്ളതാണ് ഉറപ്പാണ്. ഉറപ്പാണ്. ചേട്ടന് വിശ്വാസമാണ്. നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യും പൊന്നുമോളെ. ഇപ്പം നല്ല ഒരു ഭരണം നമുക്ക് ഞാൻ ഒരു വിധവയാണ്. എനിക്ക് 2000 രൂപ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ മോൾക്ക് 1000 രൂപ കിട്ടുന്നുണ്ട്. ഇതേപോലെ ആര് ഭരിച്ചാലും ഇതേപോലെ പാവങ്ങളെ സംരക്ഷിക്കണം മോളെ. അതാണ് നല്ല കാര്യം. നമ്മളെ കേരളത്തിൽ നല്ലൊരു ഭരണം. സാധാരണക്കാരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആരാണോ? കേരളത്തിൽ നല്ല ഒരു ഭരണം വേണം ആര് ഭരിച്ചാലും. പക്ഷേ ഇപ്പം നല്ല നല്ല കാര്യങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനി അവർ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ഈ മണ്ഡലത്തിൽ ആരായിരിക്കും ഇലക്ഷന് ജയിക്കുന്നതെന്ന്? BJP ജയിക്കോ, അതോ LDF തന്നെ വീണ്ടും ജയിക്കോ, അതോ UDF? ഇവിടെ ജയിക്കുന്നത് BJP ആണ് ജയിച്ചേക്കുന്നത്. BJP ജയിക്കും ഉറപ്പാണോ? ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുപോകുന്നതാണ്. അദ്ദേഹം തന്നെ കൊണ്ടുപോകും. ഉറപ്പ്. അതെന്താ ഇത്ര ഉറപ്പ്? അല്ല, കാര്യം നമ്മളെ ഏരിയയിലൊക്കെ BJP ആണ് ജയിച്ചേക്കുന്നത്. കൗൺസിലറായിട്ട്. അപ്പൊ ഇനി MLA യും കൗൺസിൽ BJP തന്നെ വരട്ടെ എന്നുള്ളതാണല്ലേ? ചേച്ചി എന്തായാലും അതിന് തന്നെയാണ്. BJP ആണ് നമുക്ക് നേട്ടം. ഞങ്ങൾ പെൻഷനൊക്കെ വാങ്ങിക്കുന്ന അവരെ ഒരു സോഫ്റ്റ് കൊണ്ടാണ്. സംസ്ഥാന സർക്കാർ ഒന്നും തരുന്നില്ല. അപ്പോൾ അവരൊന്നും തരുന്നില്ല. നമുക്ക് കൂടുതലും മോദിയുടെ ആൾക്കാരാണ്, അദ്ദേഹത്തിന്റെ ആളുകൾ കാരണം നമുക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതാണ് നമ്മൾ ആ ഒരു നിർദ്ദേശം. അവിടുത്തെ ബഡ്ജറ്റിൽ പക്ഷേ കേരളത്തിനെ അവഗണിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്? അതൊക്കെ അവര് പാർട്ടിക്കാരൊക്കെ പലരും പല ഇതും പറയും. അതേ ഉള്ളൂ. ചേച്ചി BJPക്ക് വോട്ടിടുള്ളൂ അല്ലേ? ഞാൻ പിന്നെ ഞങ്ങൾക്ക് BJP ആണല്ല, BJP ആണ്. ചേച്ചിയും BJP ആണ്. അതെ, BJPക്ക് തന്നെ കൊടുത്തു. അവിടെ നമ്മളെ ഏരിയയിലൊക്കെ അങ്ങനെയാണ് ജയിച്ചേക്കുന്നത് BJP. ശാന്തിയുള്ള ഏരിയയിൽ BJP ജയിച്ചേക്കുന്നത്. അപ്പൊ ഇനി ഇതിലും BJP തന്നെ വരട്ടെ എന്നുണ്ടല്ലോ അല്ലേ? രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുപോകണമെന്നാണ്. അയാളൊക്കെ മറ്റേ നമ്മള് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കളഞ്ഞു. നിയമത്തെ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഉദ്ദേശം കാണുമല്ലോ, നമുക്കൊരു മാറ്റം വരും, അല്ലെങ്കിൽ പഴയ LDF തന്നെ നമുക്ക് വീണ്ടും വേണം എന്നൊക്കെ ഒരു ചിന്ത കാണുമല്ലോ. LDF തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ നമ്മുടെ ഈ നിയമത്തിൻ്റെ ഒരു പ്രവചനാതീതമാണ്. മാത്രമല്ല ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടെയാണ്. അപ്പൊ ആരായിരിക്കും ഇത്തവണ ഒരു വലിയൊരു ത്രികോണ പോരുണ്ടാവും. ശിവൻകുട്ടി തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്, ഇടതുപക്ഷത്തിന്റെ.
പിന്നെ നമ്മുടെ BJP രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു. അപ്പോൾ രണ്ട് വ്യക്തിത്വപരമായിട്ട് നോക്കുമ്പം BJPക്ക് ഇവിടെ ഒരു മുൻതൂക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം LDFന്റെ കോട്ട എന്ന് പറയുന്നതാണ് നിയമമണ്ഡലം അല്ലേ? അങ്ങനെയാണ്. ഒരു പ്രാവശ്യം മാത്രമേ രാജേട്ടൻ പിടിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാ പ്രാവശ്യവും LDF തന്നെയാണ്. പക്ഷേ ഇത്തവണ ചിലവർ പറയുന്നു മാറ്റം ഉണ്ടാവാനാണ് സാധ്യത. ഒരു 80% മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖരനും ഈ നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയും കൂടെ താരതമ്യപ്പെടുത്തുമ്പം ചെറിയൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഇവിടെ? ശിവൻകുട്ടിയായിരിക്കും. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാരിന്. ചോദിച്ചപ്പോ ഒരു 3/4 ഭാഗവും പറയുന്നത് ഒരു മാറ്റം വരും. ഇല്ല മാറ്റമൊന്നും വരില്ല. നേമത്ത് ശിവൻകുട്ടീനെ വിജയിക്കും. ഉറപ്പാണ്. 100%. ആരൊക്കെ വന്നിരുന്നാലും വിട്ടുകൊടുക്കൂല. LDFന്റെ കോട്ട തന്നെയാണ്. മാറൂല. ചേട്ടൻ ഇത്ര ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ ആട്ടോ ഷോറിനാണ്. ജനങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് പല മേഖലകളിലും. ഇതേ മേഖലയിലുള്ളവർ ഇപ്പൊ ഞങ്ങളടുത്ത് വാശി വെച്ചിട്ടുണ്ട് ഇവിടെ BJP വരും എന്നുള്ളത്. വരൂല, വരെ സമ്മതിക്കില്ല. അതിനുള്ള ഇത് അത്രയ്ക്കും അവർക്ക് ആയിട്ടില്ല. ശിവൻകുട്ടി എങ്ങനെയാണോ ജയിച്ചത് ആ രീതിയിൽ ഇത്തവണ കുറച്ചുകൂടെ ഭൂരിപക്ഷം കിട്ടുമെന്ന് വിശ്വാസം ഉണ്ടോ? ഭൂരിപക്ഷത്തിന്റെ കേസല്ല, ഉറപ്പാണ്. ഇത്രയും ഉറപ്പ് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ എവിടെയൊക്കെ എങ്ങനെ ഞാനും ഇതുപോലെ റൊട്ടേഷൻ അടിച്ച് പോകുന്നതാണ്. എല്ലാ മേഖലകളിലും ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും എടുക്കുകയും ചെയ്തത്. അവരൊന്ന് മനസ്സിലാക്കിയ കാര്യം അനുസരിച്ച് ശിവൻകുട്ടി ഞാൻ മണ്ഡലം ജയിക്കും. ഉറപ്പാണ്. കാണാം നമുക്ക്. ഇനി കുറച്ച് ദിവസമല്ലേ ഈ ഉറച്ചത് തന്നെയാണ് ഇലക്ഷൻ കഴിയുമ്പോൾ നടക്കും. ഉള്ള കാര്യങ്ങളും ചെയ്ത ഇടതുപക്ഷ സർക്കാരിൽ ആറിയത് ഇപ്പോൾ 2000 രൂപ ഇടതുപക്ഷ സർക്കാരാക്കി. തീർച്ചയായിട്ടും. UDF എന്താണ് പറയുന്നത്? അവർക്ക് പറയണ ഈ പെൻഷൻ എന്തിനു കൊടുക്കണം എന്നല്ലേ ചോദിച്ചത്. ഇപ്പോൾ 1000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് എന്തിനു കൊടുക്കണം എന്നല്ലേ ചോദിച്ചത്. ഇടതുപക്ഷ സർക്കാർ കൊടുത്തില്ലേ? തീർച്ചയായിട്ടും. അല്ല, പെൻഷന്റെ ഒരു കാര്യം വളരെ നല്ല കാര്യമാണ്. പെൻഷൻ 2000 രൂപ വരെ വർഷങ്ങളോളം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന പല മേഖലകളിലും ഈ പാലം, അമ്പൂരി പാലം, ഇന്നലെ ഉദ്ഘാടനം സത്യനഗർ മുടവമ്പോൾ പാലം, ഇതൊക്കെ നിയമമണ്ഡലത്തിന്റെ വികസനങ്ങളാണ്. ഇവിടെ ജനങ്ങൾ അറിയട്ടെ. ഇതൊക്കെ അറിയണേ. അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ എന്തിനാണ് വെറും മണ്ടമെന്ന് അറിയിക്കൂലേ? ആരാണ് കൊച്ചു പിള്ളേർക്ക് പോലും വലിയവർക്കാരെ അറിയാമല്ലോ. വികസനമല്ലേ നമ്മളൊക്കെ എല്ലാവർക്കും ആവശ്യം. തീർച്ചയായിട്ടും. അതല്ലേ അതിന് പിന്നെ ചോദിക്കാതിരിക്കണം. 65 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ ഇപ്പൊ എവിടെ പോയി നിൽക്കുന്നു? 65 വർഷം കോൺഗ്രസ് ഭരിച്ച് വികസനം എന്തായി? ഇപ്പൊ ആരെ കയ്യിലിരിക്കുന്നു? എവിടെ നിൽക്കുന്നു? കേരളം അതുപോലെ. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നാണോ ചേട്ടൻ പറയുന്നത്? രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുന്നത് പറയാൻ പറ്റില്ല. അയാളോട് ഒന്നും ആയിട്ടില്ല. അയാളോട് ഒന്നും അല്ലല്ലോ. അപ്പൊ ആരായിരിക്കും? ചേട്ടൻ പേര് പറഞ്ഞാലും നമുക്കും അറിയാം. സാധാരണക്കാർ പറയും ചേട്ടൻ ആരും പറയുന്നില്ലല്ലോ. CPMന്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥി എന്നാലും ജയിക്കും. ഇടതുപക്ഷം തന്നെയാണ് വരേണ്ടത്. എന്നാലേ വികസനങ്ങൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ എന്തെല്ലാം വികസനങ്ങൾ പറഞ്ഞാൽ പറ്റാത്ത വികസനങ്ങളല്ലേ ഉള്ളത്. നമ്മൾ തന്നെ കൂടുതൽ പറയുന്നത്. അപ്പൊ ഇനിയും വീണ്ടും ഒരു 5 വർഷം കൂടെ നമ്മുടെ ഇടതുപക്ഷം ഭരിക്കട്ടെ എന്നുള്ളതാണ്. ഇടതുപക്ഷം ഭരിക്കട്ടെ, കോൺഗ്രസ് ഭരിക്കട്ടെ എന്നല്ല, ആ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വരണം. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതാരോ അവർ വരട്ടെ. തീർച്ചയായിട്ടും. ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത് കോൺഗ്രസിന് ഒരു സാധ്യത ഉണ്ടെങ്കിലും BJP ഇതിൽ വരും. 5 സീറ്റിന് മുകളിൽ വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ BJP ചെയ്തു വരുന്നതെല്ലാം നല്ലതാണ്. അതിനകത്ത് ഒരു മാറ്റമില്ല. കാരണം എന്നറിയാം, ഞാനൊരു പക്ക കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം BJP പാർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ആറ്റുകാൽ അമ്പലത്തിൻ്റെ ഒരു വിഷയം എടുത്താൽ മതി. അനധികൃതമായിട്ട് 500 വെച്ച് കള്ള റെസിപ്റ്റിൽ പിരിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ രാജേഷ്, നമ്മളെ BV രാജേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം വന്ന് പിടിച്ചില്ലേ? കാരണം അതിന് ഉടനെ 75 രൂപയാക്കി, പിന്നെ 50 രൂപയാക്കി. അതൊക്കെ നല്ല കാര്യമല്ലേ? അത് ജനങ്ങൾക്ക് തിരിച്ചറിവ് ബോധം ഉണ്ടാക്കുകയാണ്. ജനങ്ങൾക്ക് ഞാൻ ഒരു പക്ക കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ കോൺഗ്രസ് ഫാമിലിയാണ്. ഞാൻ ഇന്ന് എനിക്ക് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം തരുന്നത് പുതിയ തലമുറ വരുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ ഈ നാടിനെ സംരക്ഷിക്കണമെങ്കിൽ BJP തന്നെ വരണം. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് മാറി ചിന്തിക്കാൻ ഒരു സാഹചര്യം തരുന്നതാണ് പാർട്ടി. അല്ല, ഇത് ഇടതിന്റെ കോട്ടയെന്നാണ്. ഇടതിന്റെ ഒരു കോട്ടയല്ല. ഇടത് എന്ത് നേടിത്തന്ന്? ഇടത് ഏതെങ്കിലും ഒരു ജനങ്ങൾക്ക് വഴി ക്ലിയറാക്കി തന്നിട്ടുണ്ടോ? ഈ BJP കൗൺസിലർ വന്നതിന് ശേഷമല്ലേ നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ കൊച്ചു വഴികളെല്ലാം സഞ്ചാര യോഗ്യതാക്കി തന്നത്. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടത് ചെറിയ ആവശ്യങ്ങളാണ്. ഈ ചെറിയ ആവശ്യങ്ങൾ കൊടുത്തത് BJP-കാരാണ്. കാരണം എത്രയോ ലക്ഷം പേർക്ക് വീട് കൊടുത്തു,
എത്രയോ ലക്ഷം പേർക്ക് സ്ഥലങ്ങൾ കൊടുത്തു. ഇത് ആര് കൊടുത്തു? ഇത് കേന്ദ്ര സർക്കാർ, മോദി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ വന്നിട്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. എൻ്റെ വീട്ടിൽ പൈപ്പ് ലൈൻ ഇല്ലായിരുന്നു, എനിക്ക് തന്നത് BJP കാരാ. എനിക്ക് തന്ന മോദി സർക്കാരാണ് തന്നത് ഫ്രീ ലൈന്. അപ്പൊ നമ്മളത് പറയും, നമ്മൾ അതേ പറയൂ. അതായത് ഉണ്ണുന്ന ചോറിന് കൂറ് കാണിക്കുക. തീർച്ചയായിട്ടും ഉണ്ണുന്ന ചോറിന് കൂറ് കാണിക്കുക. ആ കൂറേ ഞാൻ കാണിച്ചുള്ളൂ. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനെന്ന് പറഞ്ഞുകൊണ്ട് BJP ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ നിയമം വാർഡെന്ന് പറയുന്നത് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു കുത്തക കോട്ടയായിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ കീഴടക്കി കഴിഞ്ഞില്ലേ BJP. അപ്പോൾ ഇനി ഈ നിയമ വാർഡിൽ ഒരു 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 വേറൊരു രാഷ്ട്രീയ കക്ഷി ജയിക്കുമോ എന്നൊരു സംശയമാണ്. അല്ല, കഴിഞ്ഞ തവണ ഇതുപോലെയായിരുന്നു, പക്ഷെ അവസാന നിമിഷത്തിൽ ശിവൻകുട്ടി വിജയിക്കുകയാണ് ചെയ്തത്. അതൊക്കെ രാഷ്ട്രീയ കളികളാണ്. അതൊക്കെ രാഷ്ട്രീയ കളികളാണ്. അത്തരത്തിലൊരു കളി ഇത്തവണ ഉണ്ടാകും. അത്തരത്തിലുള്ള കളി ഇപ്രാവശ്യം മുതലാവൂല എന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. എന്നാൽ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ തുറന്നു പറയുന്നു, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാൻ ഒരു BJP-ക്കാരൻ. ഇതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ ഇനി നാളെ എനിക്ക് ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വന്നാൽ ഞാൻ പ്രവർത്തിക്കും. ഉദാഹരണം, ഇപ്പോൾ തന്നെ VV രാഗേഷ് എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യൻ ഇപ്പോൾ ഒരു മേയറായിട്ട് വന്ന്, സിറ്റി മേയറായിട്ട് വന്നിട്ട് പാവങ്ങൾക്ക് 3 വീല് വണ്ടി എന്തോ കൊടുത്തൊക്കെ പറയണേ. അത് എന്തുകൊണ്ട് മുമ്പ് കൊടുത്തുകൂടാ? VV രാഗേഷ് പറഞ്ഞ കോർപ്പറേഷനിൽ ഇഷ്ടംപോലെ വരുമാനം പറഞ്ഞെന്ന്. അല്ലേ? കോർപ്പറേഷനിൽ വരുന്ന വരുമാനമൊക്കെ എവിടെ പോണ്? ഈ പേരും പറഞ്ഞ് എന്നെ മറ്റുള്ള പാർട്ടിക്കാരെ ഉപദ്രവിക്കാനൊന്നും നോക്കണ്ട. ഞാൻ ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഉള്ളതാ പറഞ്ഞ. ഞാൻ ഈ നിയമം മണ്ണിൽ ജനിച്ചിട്ട് 60 വർഷമാണ്. 60 വർഷം കൊണ്ടുള്ള എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാണ്, ഞാൻ ഒരു BJP-കാരനായിട്ട് ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല. ഇവിടെ നാളെ എനിക്ക് BJP മോശമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ചെയ്യുന്ന അർത്ഥം നല്ലതാണ്. എൻ്റെ വഴി തന്നെ ഉദാഹരണത്തിന് ഒരു BJP-യിലെ കൗൺസിൽ വന്നിട്ടില്ല എൻ്റെ വഴി നടപ്പാതെ യോഗ്യതയാക്കിയത്. എന്നിട്ട് ഇതിനു മുമ്പ് മറ്റുള്ള പാർട്ടിക്ക് യോഗ്യതയാക്കി കൂടായിരുന്ന. അപ്പോൾ അതുകൊണ്ട് ഈ പേരും പറഞ്ഞ് എന്നെ ആരും ഒളിച്ചിരുന്ന് അമ്പയ്യാൻ നിൽക്കണ്ട. ഞാൻ ഉള്ളതാ പറഞ്ഞത്. ഞാൻ നിയമം വാർഡിലുള്ളതാണ്. BJP എന്നെ ഈ നിയമ വാർഡ് BJP-യെ കൊണ്ടുപോകുള്ളൂ. ഉറപ്പാണെന്ന് എൻ്റെ തോന്നൽ. കാരണം എന്താ, കഴിഞ്ഞിട്ട് അങ്ങേ പ്രാവശ്യം MR ഗോപൻ 36 വോട്ടിന് ഭൂരിപക്ഷമുള്ള MR ഗോപൻ ഇപ്രാവശ്യം 600 വോട്ട് ഭൂരിപക്ഷം വാങ്ങിച്ചു. അത് എന്തുകൊണ്ട്? അത് ജനങ്ങൾ മാറ്റി ചിന്തിച്ചിട്ടല്ലേ? ജനങ്ങൾ ചുമ്മാ കൊടുത്താണ്. പ്രവർത്തനം നല്ലതായുണ്ട്. ഒരു നാട്ടിൽ നിന്ന് ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ജയിച്ചു വന്നാൽ പിന്നെ കാണാൻ പോകണമെങ്കിൽ പിന്നെ 10 പേരുടെ അംഗീകാരം വേണം. അതിനുമുമ്പ് വീടുകളിൽ അടുക്കള കയറി മരിച്ചിനി മീനും തിന്നാനുള്ള ഇതൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഇതിപ്പോൾ വന്നത് ഇനിയുള്ള കാലം BJP വന്നെ പരിക്കിട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം. ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. ഈ പേരും പറഞ്ഞ് എന്നെ ആരും ഒളിയമ്പ് ചെയ്യണ്ട. അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. എന്നെ ആരും ക്രൂശിക്കാൻ നോക്കണ്ട. ഞാൻ ഉള്ളത് മേഡത്തിന്റെ സത്യം പറഞ്ഞു. എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാനൊരു അഭിപ്രായം പറഞ്ഞു. ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ, ഫാമിലിയെ കോൺഗ്രസ്സുകാരാണ്. പണ്ട് കർണാടക സാർ ഇവിടുന്ന് ലീഡ് ചെയ്ത് ജയിച്ച്, പണ്ട് മുഖ്യമന്ത്രിക്ക്. അപ്പോഴും കർണാടക സാർ മാളെ ജയിച്ചു. അദ്ദേഹം ഇവിടെ നിയമം വാർഡ് കളഞ്ഞിട്ട് പിന്നെ മാളെ പിടിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. നല്ല ഓർമ്മയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് കേട്ടോ മേഡം. ഈ പേര് പറഞ്ഞ് എന്നെ ആരും ക്രൂശിക്കല്ലേ, എനിക്ക് ജീവിക്കണം, 2 ബൊമ്മക്കളെ വളർത്തണം. ഞാൻ ഉള്ളതാ പറഞ്ഞത്. ആരായിരിക്കും ജയിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ഒരു ഉദ്ദേശം കാണുമല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. വ്യക്തമല്ലെങ്കിൽ പോലും ആരാകും എന്നുള്ള ഒരു ചെറിയൊരു സൂചന. ആരൊക്കെയാണ്? പിണറായി, PD സതീശൻ. അത് ശരി. നമ്മൾ ഇവിടെ നിൽക്കുന്ന അതും ഒക്കെ കോൺഗ്രസ്. അത് ഇവിടുത്തെ സ്ഥാനാർത്ഥികളില്, അതായത് നമ്മുടെ നിശ്ചയിച്ചില്ലല്ലോ. എന്തായാലും ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയാണ്. രാജീവ് ചന്ദ്രശേഖറാണ്. ആര്? ശിവൻകുട്ടിയാണ്. അദ്ദേഹം വിജയിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അങ്ങേരിപ്പോൾ ഇതുവരെ ഉള്ള ഒരു ഏറ്റവും നല്ലൊരു മിനിസ്റ്റർ അങ്ങേരാണ്. മുഖ്യമന്ത്രി മോശമെന്നല്ല പറഞ്ഞത്. അല്ല, ഈ ഫീൽഡിൽ വിദ്യാഭ്യാസം, എല്ലാ കാര്യങ്ങളും, മറ്റുള്ള കാര്യങ്ങളെല്ലാം കോടികളൊന്നും ചെയ്യുന്നത്. അപ്പൊ നിയമമണ്ഡലം LDF കൊണ്ടുപോകുന്നുള്ളതാണ്. പക്ഷെ പലരും പറയുന്ന അല്ല, BJP കൊണ്ടുപോകും. അതിപ്പോ ഒരു വോട്ടർമാരാണ് നിശ്ചയിക്കുന്നത്. അപ്പൊ എന്നെ പോലുള്ള ഒരാൾ അല്ല, നമ്മൾ 10 പേര് ചോദിക്കുമ്പോൾ അതിൽ 8 പേരും BJP-ക്ക് അനുകൂലമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് പത്രത്തിൽ കാണുന്ന പരസ്യം കണ്ടുകൊണ്ടാണ് പറയണം. പക്ഷെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ സർക്കാരാണ്. അപ്പോൾ അവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ BJP-ക്കാർ കേന്ദ്രത്തിലുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞെങ്കിൽ തെറ്റാണ്. കാരണം വെച്ചാൽ ഇവിടെ കേരളം എന്തെന്ന് അറിഞ്ഞുകൂടാ, അത് BJP-ക്കാർ എങ്ങനെ ചെയ്യും? കേരളം ഇവിടെ അല്ല എന്നുമാണ് ബജറ്റിൽ കണ്ടത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞത് അവർ വേറെ എന്തോ ചില ഇതായിട്ട് പറഞ്ഞത്.
പക്ഷേ നിയമമണ്ഡലത്തിൽ LDF LDF തന്നെ കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ്. സംശയമില്ല, മാറ്റമില്ല. ഇല്ല. കാരണം അങ്ങനെ ശിവൻകുട്ടി ചേട്ടനെ തന്നെ വേണമെന്ന് തന്നെയാണ്. കാരണം ഞങ്ങൾ ഏറ്റവും നല്ല മനുഷ്യരാണ്. അല്ല, അത് വ്യക്തമാണ്. പൊതുവെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ശിവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ ബോഡി ഉണ്ടെന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണ്. അത്യാവശ്യം ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരിൽ ജനസമ്മതൻ എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ്, ശിവൻകുട്ടി അല്ലേ? അതുകൊണ്ട് മാത്രം ആയില്ല, ബാക്കിയും കിടക്കുന്നു. അതെ, 20 പേരും 30 പേരും ഉണ്ട് അല്ല, അതുകൊണ്ട് മാത്രം ശിവൻകുട്ടി ഇവിടെ ജയിച്ചു പോകണമെന്നില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഈ വാർഡിനെ കുറിച്ച്. നിയമം ഈ വാർഡിൽ ശിവൻകുട്ടി തന്നെ ജയിക്കും, ഒരു മാറ്റവും ഇല്ല. നിൽക്കുകയാണെങ്കിൽ എന്നാ പറയാ, ഞാൻ എൻ്റെ കൊച്ചിലെ വിശ്വസിക്കുന്നത് കോൺഗ്രസിനാണ്. അല്ല, ഇതിപ്പോ LDF-ന്റെ കോട്ട എന്നല്ലേ പറയുന്നത്? നിയമം എന്ന് പറയുന്നത് LDF-ന്റെ കോട്ട എന്നാണ് പറയുന്നത്. ഇനി അത് നടക്കൂല. അത് ശരി, ഇനി നമ്മൾ വിട്ടുകൊടുക്കൂല അല്ലേ? കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ്. അടുത്ത ഭരണവും കോൺഗ്രസ് ആയിരിക്കും, ഉറപ്പാണ്. ഉറപ്പ്. അപ്പൊ ചേട്ടാ ഇത്രയും ഉറപ്പ് പറയുമ്പോ എന്തോ ഉണ്ട് അതില് അല്ലേ? ഇനി ഇവിടെ ഇടതിന്റെ കളി നടക്കത്തില്ല നിയമത്ത്, ഇല്ല. നിയമത്ത് കോൺഗ്രസ് കൊണ്ടുപോകും. ശരി, അപ്പൊ നമുക്ക് നോക്കാം വരുന്ന ഇലക്ഷനിൽ ആരായിരിക്കും. എന്നിട്ട് വന്ന് ഞാൻ ചേട്ടനെ കാണും. കോൺഗ്രസ് തന്നെ ആയിരിക്കും, BJP-യും ജയിക്കത്തില്ല. പക്ഷെ പലരും പറയുന്നുണ്ടല്ലോ BJP ആയിരിക്കും ജയിക്കുന്നതെന്ന്. അത് ശരിയാണ്. ഒരിക്കൽ അല്ലേ മൊയില് ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നടക്കും അല്ലേ? അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. കാരണം BJP ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അവരായിരിക്കും ജയിക്കുന്നതെന്നാണ് പറയുന്നത്. അവർ പറയും, ഞാൻ ഈ പറഞ്ഞല്ലോ അഭിപ്രായങ്ങൾ പറയും. എന്നാലും സത്യമായിട്ടും UDF വരുള്ളൂ അല്ലേ? ശരി, അപ്പോൾ നമുക്ക് നോക്കാം.